എൻ്റെ ശരീരവും കാലുകളും തളർന്നു പോയിരിക്കുന്നു. ഇനി ഈ കാൽപന്തിന് പിന്നിൽ അധിക നാളില്ല. പിതാവിന്റെ വിയോഗത്തിൽ കാൽപന്തിന്റെ മഹാമാന്ത്രികന്റെ വൈകാരിക കുറിപ്പിന് ഒരു യുഗാന്ത്യത്തിന്റെ ഭാഷ്യമുണ്ട്. 11ാം വയസ്സിൽ വളർച്ചാ ഹോർമോണിന്റെ അഭാവത്തിൽ നിന്ന് അവന്റെ കാലുകൾക്ക് മനോധൈര്യം കൊണ്ട് കരുത്തായൊരു പിതാവിന്റെ വിയോഗം ആ മനുഷ്യനിലേൽപ്പിച്ച മുറിവ് ആഴത്തിലാണ്. അല്ലെങ്കിലും ഇനിയെന്ത് നേടാനാണ്? ലോകത്തിന്റെ നെറുകയിൽ മിശിഹായിൽ പൂർണ്ണത പുൽകി കാലം അങ്ങനെ കടന്നുപോയി. ഒപ്പം അയാളുടെ പിതാവും. മെസ്സിയുടെ വിരമിക്കൽ സൂചനയെന്നോ നഷ്ടങ്ങളുടെ വൈകാരിക കഥയുടെ പ്രതികരണമെന്നോ എങ്ങനെയും വായിച്ചെടുക്കാം. പക്ഷെ കാൽപന്തിന് പിന്നിൽ ആ മനുഷ്യനെ നയിച്ച പതിറ്റാണ്ടുകൾ അത് അയാളുടെ പിതാവിന്റെ കഠിനാധ്വാനത്തിന്റെ വീർപ്പു തുള്ളികളാണ്. കണ്ണീര് കൊണ്ട് മെസ്സി എഴുതിയ വൈകാരിക കുറിപ്പ് ഇങ്ങനെയാണ്: നിങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നേയില്ല. ഇനി നിങ്ങളെ ഒരിക്കലും കാണാനാകില്ലെന്ന സത്യം അംഗീകരിക്കാൻ മനസ്സ് മടിക്കുകയാണ്. നീണ്ട നാളത്തെ വേദനകൾക്കൊടുവിൽ നിങ്ങൾ വിശ്രമത്തിലേക്ക് പോയതാണെന്നറിയാം. എങ്കിലും വളരെ വേഗത്തിലായിപ്പോയി ആ വേർപാട്. അവസാനമായി ഒരു ലോകകപ്പ് കൂടി കളിക്കണമെന്ന് നിങ്ങൾ എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ എന്നോടൊപ്പം ഗ്യാലറിയിൽ ഇല്ലാതിരുന്ന ആദ്യ ടൂർണമെന്റ് ആയിരുന്നു അത്. ഫൈനൽ വരെ എത്തിയ ആ കിരീടം നിങ്ങൾക്ക് നേടിത്തരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എനിക്കതിന് സാധിച്ചില്ല. എൻ്റെ ശരീരവും കാലുകളും തളർന്നു പോയിരുന്നു. ടൂർണമെന്റിലുടനീളം എനിക്ക് സുഖം തോന്നിയിരുന്നില്ല. നിങ്ങളില്ലാതെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയില്ല. കളിക്കളത്തിൽ ഇനി എത്ര കാലം ഞാൻ തുടരുമെന്നതിൽ വലിയ സംശയങ്ങളുണ്ട്. തുടക്കം മുതൽ എൻ്റെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങൾ. ഒടുവിൽ നമ്മൾ ലക്ഷ്യത്തോടടുത്തെത്തിയപ്പോൾ കുറച്ചുകൂടി കാത്തു നിൽക്കാമായിരുന്നു. കുട്ടിക്കാലം മുതൽ തൻ്റെ വളർച്ചയിൽ അച്ഛൻ വഹിച്ച പങ്കും തനിക്കായി ചെയ്ത ത്യാഗങ്ങളും മെസ്സി ഓർത്തെടുത്തു. ഏതൊക്കെ നേട്ടങ്ങളിലും ലോകത്തോളം ഉയർന്നാലും ചില നഷ്ടങ്ങൾ അതങ്ങനെയാണ്. കാലാന്തരങ്ങൾക്കപ്പുറം ഒരു വേദനയായി അത് അവശേഷിക്കുക തന്നെ ചെയ്യും. തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം ഒരു ജീവിതം താങ്ങായ മനുഷ്യന്റെ വിയോഗം ജീവനായ കാൽപന്തിനെ ഉപേക്ഷിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം ചിലരില്ലാതെ ചിലതൊന്നും പൂർണ്ണമാക്കപ്പെടില്ല.